ഹായ് ഗൈസ്, തൊണ്ടയ്ക്കെന്തോ പറ്റി. ഇന്ന് ഞാൻ റീലൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഇടുന്നതാണ്. പക്ഷെ ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ അറിയാമല്ലോ, വ്യൂസ് പറയും. നമ്മളിതൊക്കെ ഒരു സത്യത്തിൽ വെറുതെ ഒരു രസത്തിന് ചെയ്യുന്നതൊന്നും അല്ല. ഇൻകം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷെ ഇന്നെന്തോ ഫോൺ എടുത്തപ്പോൾ ഉടനെ തന്നെ കണ്ടത് വയനാട്ടിൽ കുറേ പേര് മരിച്ചു. പിന്നെ മക്കളെക്കുറിച്ചും ഓരോരുത്തരെക്കുറിച്ചും ഓർത്തു. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. മക്കൾ രണ്ടും രണ്ട് സ്ഥലത്ത്, ഭർത്താവ് മറ്റൊരു സ്ഥലത്ത്. എന്തായിരിക്കും, എങ്ങനെ, ഓരോ മനസ്സിലെന്തോ ഒരു വല്ലാത്തൊരു പ്രയാസം ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നെനിക്ക് റീലൊന്നും ചെയ്യാനുള്ള മൂഡൊന്നും ഇല്ല. പക്ഷെ നമുക്കിപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പിന്നെ വ്യൂസ് ഇല്ല. അപ്പോൾ എൻ്റെ ഈ വിഷമം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ശ്രദ്ധിക്കുക. മരമൊക്കെ നിൽക്കുമ്പം അതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കല്ലേ. കഴിയുന്നതും പുഴയുടെ അടുത്തോ കടലിൻ്റെ അടുത്തോ ഒന്നും പോകണ്ട. ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് ദുരിതകാലമാണ്. അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വീട്ടിലിരുന്നാലും വരും. ഞാനിപ്പോൾ കിടക്കുന്നിടത്ത് എൻ്റെ പറമ്പിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തെങ്ങ് ഒരൊറ്റെണ്ണം ഇങ്ങനെ നിൽക്കുക. ഈ കാറ്റ് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്തുള്ളൊരു കുട്ടി പറഞ്ഞ്, ആൻറ്റി ഞാൻ ഇന്നലെ ഓർത്ത് ആൻറ്റി എടുത്ത് പറയണമെന്ന്, ആൻറ്റി മാറിക്കിടന്നോണമെന്ന്. കാരണം ആ തെങ്ങ് വീണ് കഴിഞ്ഞാൽ എൻ്റെ പുറത്താണ്. പിന്നെ അപ്പോൾ വീട്ടിൽ കിടന്നാലും വരാനുള്ളത്. പക്ഷെ എന്നാലും എല്ലാവരും ശ്രദ്ധിക്കണേ. വയ്യ ഒന്നും കാണാനും കേൾക്കാനും.